എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 തിരുവോണം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 ആരംഭ സമയമൊക്കെ കൂടുതൽ ഗുണപ്രദവും അതുപോലെ അവസാന സമയം അല്പം ദോഷം ഉള്ളതും ആയിരിക്കും. ജനുവരി മാസത്തിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും അതൊക്കെ മാറിപ്പോകുന്നതാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും ചെറിയ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ തൊഴിൽ സ്ഥലത്തും എന്തെങ്കിലും ചെറിയ കശപിശകളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് അല്പമൊക്കെ ശ്രദ്ധിക്കണം. ഉപയോഗിക്കുന്ന വാക്കുകളെ, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഗുണം പരമായിട്ട് നോക്കുകയാണെങ്കിൽ ജനുവരി മാസം അത്ര ഒരു ദോഷകരമായ സമയമല്ല. ഫെബ്രുവരി മാസത്തിൽ പുതിയ എന്തെങ്കിലും സാമ്പത്തിക വൃത്തിക്കൊക്കെ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഊഹക്കച്ചവടങ്ങൾ, ലോട്ടറി പോലുള്ള ഊഹക്കച്ചവടങ്ങളൊക്കെ വിജയത്തിലെത്തുന്നതാണ്. വീടിന് വേണ്ടിയിട്ട് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങൾക്കോ അല്ലെങ്കിൽ വീടിനോ ഒക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ ഒക്കെ നടത്താനായിട്ട് ഫെബ്രുവരി മാസത്തിൽ സാധിക്കുന്നതാണ്. അതുപോലെ ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഒരു പ്രശംസ ഒക്കെ ലഭിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം, പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ. മാർച്ച് മാസം പുതിയ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ശോഭനമായ സമയം തന്നെയാണ്. ഏത് വിധത്തിലാണെങ്കിലും ആദായ വർധനവ്, സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. ഏതുതരം തൊഴിലിൽ ഏർപ്പെടുന്നവരാണെങ്കിലും അവർക്ക് അതിൽ നിന്ന് തൊഴിൽ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാർച്ച് മാസം പുതിയ മംഗല്യ ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമൊത്ത് എന്തെങ്കിലും തീർത്ഥാടന യാത്രകളോ അല്ലെങ്കിൽ ഉല്ലാസ യാത്രകളോ ഒക്കെ നടത്താനുള്ള അവസരങ്ങൾ മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നതാണ്. പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. PSC ഒക്കെ എഴുതി ഈ സർക്കാർ ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ മാർച്ച് മാസം അവർക്ക് നിയമനം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഏപ്രിൽ മാസം ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ്. ആദ്യ സമയത്തൊക്കെ അല്പം പ്രശ്നമുണ്ടായിരിക്കും. പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതായി വരുന്നതാണ്. അതുപോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഒരു എന്താ പറയുന്നത്, അധികം ഗുണകരവും അധികം ദോഷകരമല്ലാത്ത ഒരു സമയം തന്നെയായിരിക്കും. അതായത് ഒരു സമ്മിശ്ര അവസ്ഥയാണ് ഏപ്രിൽ മാസത്തിൽ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്നത്. തൊഴിൽപരമായി നോക്കുകയാണെങ്കിലും തൊഴിൽപരമായും എന്നാൽ കൂടുതൽ ഗുണകരമാണോ അല്ല, എന്നാൽ കൂടുതൽ ദോഷകരമാണോ അല്ല, അങ്ങനെയുള്ള ഒരു സമ്മിശ്ര അവസ്ഥയിൽ തന്നെയായിരിക്കും ഏപ്രിൽ മാസം പോകുന്നത്. സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. ചിലവുകൾ കൂടുതൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽപരമായിട്ടൊക്കെ കൂടുതൽ യാത്രകൾ ഉണ്ടാകുന്നതാണ്. യാത്രകൾ മുഖാന്തരം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ പനി പോലുള്ള എന്തെങ്കിലും പകർച്ചവ്യാധികളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ മെയ് മാസം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതും തൊഴിൽ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നത്, അതുപോലെ സാമ്പത്തിക രംഗത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു സ്ഥാനക്കയറ്റം, അതുപോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഒക്കെ ലഭിക്കുന്നതാണ്. തൊഴിലില്ലാതിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ്. നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതുപോലെ ബിസിനസ്സിലൊക്കെ ആണെങ്കിലും പുതിയ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. ഇഷ്ടപ്പെട്ട പങ്കാളിയൊക്കെ ലഭിക്കുന്നതാണ്. കഠിനമായിട്ട് പ്രയത്നം ചെയ്യുന്നതിനുള്ള ഗുണം മെയ് മാസത്തിൽ ലഭിക്കുന്നതാണ്. എന്ത് കഠിന പ്രയത്നം ചെയ്താലും അതൊക്കെ ഫലവത്താകുന്ന ഒരു സമയമാണ് മെയ് മാസം. ജൂൺ മാസവും ഗുണകരമായ സമയം തന്നെയാണ്. ഭാഗ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ചില സഹായ ഹസ്തങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. തൊഴിൽപരമായും ഗുണകരമാണ്, സാമ്പത്തികപരമായും ഗുണകരമായ സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സിന് ചേരാനും അതുപോലെ ഉദ്ദേശിക്കുന്ന കോഴ്സിന് തന്നെ ചേരാനും വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുന്നതാണ്. ജൂലൈ മാസം എന്നാൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും.
ചിലപ്പോൾ ഗുണം, ചിലപ്പോൾ ദോഷം, ഇങ്ങനെ മാറി മാറി കടന്നു പോകുന്നതാണ്. ഇതൊക്കെ കൊണ്ട് മനസ്സൊക്കെ അല്പം ക്ലേശിച്ചേക്കാം. ഇന്ന് ഗുണം ആണെങ്കിൽ നാളെ ദോഷം, ഇങ്ങനെയുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മനസ്സൊക്കെ അല്പം ക്ലേശങ്ങൾ നിറഞ്ഞായിരിക്കും. ചില സമയത്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകാനും അതേസമയത്ത് ചില സമയത്തൊക്കെ ലാഭങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ടൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. യാത്രകളൊക്കെ കൂടുതൽ ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. അതുപോലെ വൈദ്യുതി കൊണ്ടുള്ള ജോലി, അതുപോലെ അഗ്നി കൊണ്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കൂടുതൽ കഠിന പ്രയത്നം ചെയ്യുന്നവരൊക്കെ അവരുടെ ആരോഗ്യത്തെയൊക്കെ അല്പം ജൂലൈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓഗസ്റ്റ് മാസം വീട്ടിലൊക്കെ കുടുംബത്തൊക്കെ എന്തെങ്കിലും ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ പുതിയ വിവാഹാലോചനകളൊക്കെ ആണെങ്കിൽ വരികയാണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ അല്പം മാറ്റി വെക്കാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ആ മാസത്തിന് അല്പം മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ആ മാസത്തിൽ വിധി ഉണ്ടാകുകയാണെങ്കിൽ അത് തനിക്ക് അനുകൂലമായിരിക്കില്ല. ആരോഗ്യപരമായിട്ട് അല്പം ക്ഷീണമൊക്കെ ഉണ്ടാകാം. അതുപോലെ ഏറ്റവും അടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയുടെ പേരിലൊക്കെ ആശുപത്രിയിലൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വരാം. വളരെ ശ്രദ്ധിച്ചും പ്രാർത്ഥനയോടു കൂടിയൊക്കെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. സെപ്റ്റംബർ മാസം ഗുണകരമായ മാസമാണ്. അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായ ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ആരുടെയെങ്കിലും ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് അതൊക്കെ വിജയത്തിലെത്തിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന് ധാരാളം പിന്തുണകളൊക്കെ ഇതുകൊണ്ട് ലഭിക്കുന്നതാണ്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഒരു വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. കർഷകർക്കും കാർഷിക രംഗമൊക്കെ അതിശോഭനമായി തന്നെ വരുന്നതാണ്. പുതിയ കൃഷി രീതികളൊക്കെ പരീക്ഷിക്കുകയും അതിൽ വിജയമൊക്കെ കണ്ടെത്താനും സാധിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തിക ഭദ്രതയും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും നല്ല ഒരു അവസരം തന്നെയാണ് സെപ്റ്റംബർ മാസം. പുതിയ കോഴ്സുകൾക്ക് ചേരാനും നിലവിലുള്ള കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു വിജയത്തിലെത്താനും സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു വിജയം ഉണ്ടാകുന്നതാണ്. ഒക്ടോബർ മാസം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് എന്തൊരു തരം പഠനം, അതായത് വിദേശത്തുള്ള പഠനമോ അല്ലെങ്കിൽ സ്വദേശത്തുള്ള പഠനമോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയം തന്നെയാണ്. അതുപോലെ ധാരാളം യാത്രകൾക്കുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാനുണ്ട്. കൂടുതൽ ദൂരദേശ യാത്രകളായിരിക്കും. തൊഴിൽ രംഗമൊക്കെ ധാരാളം വർദ്ധിക്കുന്നതാണ്. പുതിയ പുതിയ തൊഴിൽ മേഖലകളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. അതുപോലെ പുതിയ പുതിയ ബിസിനസ് സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് സാമ്പത്തിക ഭദ്രതയും ഒക്ടോബർ മാസം ഗുണകരമായി തന്നെ ഉണ്ടാകുന്നതാണ്. നവംബർ മാസം അതായത് പുതിയ എന്തെങ്കിലും ജോലി വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഗുണഫലം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റായിട്ടോ ഒക്കെയുള്ള ഒരു ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് അഭിവൃദ്ധി നിറഞ്ഞ സമയം തന്നെയാണ് നവംബർ മാസം. പുതിയ പുതിയ ചെറിയ കച്ചവട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം തുടങ്ങാൻ സാധിക്കുന്നതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ കാർഷിക രംഗത്തും നല്ല വിജയം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നല്ല സാമ്പത്തിക ലാഭവും നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഡിസംബർ മാസത്തിൻ്റെ ആദ്യഘട്ടം ഗുണപ്രദമെങ്കിലും ഡിസംബർ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് അല്പം ക്ലേശാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നതാണ്. അതുപോലെ ഏത് മേഖലയിൽ നമ്മൾ പോയാലും അവിടെ നിന്നൊരു പരാജയം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമൊക്കെ ബാധിച്ചേക്കാം. അതുപോലെ എന്തെങ്കിലും കേസൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ ഒരു പരാജയം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ശാരീരികമായ ക്ഷതങ്ങൾക്ക് എന്തെങ്കിലും ഈ കഠിന പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും ശാരീരിക ക്ഷതങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗം എന്നാൽ കൂടുതൽ ദോഷകരവുമല്ല കൂടുതൽ ഗുണകരമല്ലാത്ത ഒരു മധ്യാവസ്ഥയിൽ പോകുന്നതാണ്. സാമ്പത്തിക അല്പം ശ്രദ്ധിക്കണം. ചിലവുകളൊക്കെ അല്പം വർദ്ധിച്ചേക്കാം. ചിലവുകളൊക്കെ അല്പം നിയന്ത്രിക്കേണ്ടതാണ്. ഇതാണ് നിങ്ങളുടെ 2025 ഗുണദോഷ ഫലങ്ങൾ. കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനായി പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുക. അതുപോലെ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.